ഹലോ, ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് നോമ്പായതുകൊണ്ടിട്ട് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ബ്രെഡ് വെച്ചിട്ട് നല്ലൊരു പോക്കറ്റ് ഷവർമ ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കും കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്കൊന്ന് ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്കിപ്പോൾ എത്ര സ്നാക്ക് വേണം അത്രയും ബ്രെഡ് എടുത്താൽ മതി നമുക്ക്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്കിപ്പോൾ ഒരു പോക്കറ്റ് എടുക്കാനായിട്ടാണെങ്കിൽ അത് 2 സ്ലൈസ് ബ്രെഡാണ് ആവശ്യമുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് നമ്മുടെ പത്തിരി കോയിൽ വെച്ചിട്ടൊന്ന് പരത്താം. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത എടുത്തേക്കണ മൂടി ഒരു ടിന്നിൻ്റെ മൂടിയാണ്. ഇതൊന്ന് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ബ്രെഡ് ക്രംസ് വേണ്ടിയതാണ്. അപ്പം അതിന് ഉപയോഗിക്കാം. ഞാനിതിവിടെ ബ്രെഡ് കുറച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം ആവശ്യമില്ല. അപ്പം നമുക്ക് കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് എടുക്കാം. നമുക്ക് ഈ 2 ബ്രെഡ് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ബ്രെഡ് എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് മൈദമാവിലൊന്നും അരികൊന്നും ഒട്ടിച്ചെടുക്കാനൊന്നും ആവശ്യമൊന്നുമില്ല. അപ്പം ഇതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ബ്രെഡ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മുട്ടയുടെ മിക്സ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ 3 മുട്ടയിട്ട് എടുത്തേക്കണത്. നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഒരു 3 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. അതിനകത്തേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണ് നമ്മുടെ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി. നമുക്ക് ഇതൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ട് വരാം. നല്ല കട്ടയൊന്നും ഇല്ലാണ്ട്, പൊടിയുടെ കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലോണം ഒന്ന് അടിച്ചിട്ട് വരാം. ഞാനിവിടെ ഒരു ബൗളിലോട്ട് നമ്മൾ അടിച്ചു വെച്ചേക്കണ മുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ കോൺഫ്ലവർ ചേർത്തേക്കണ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ പോക്കറ്റ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ കോൺഫ്ലവർ ചേർത്തേക്കണത്. ഞാനിവിടെ ബ്രെഡ് നേരത്തെ പൊടിച്ചു വെച്ചതാണ്. അപ്പം ഇതും കൂടെ എടുത്തിട്ടുണ്ട്. നമ്മളിത് ഉണ്ടാക്കണത് പറഞ്ഞാൽ കട്ട്ലേറ്റ് ഉണ്ടാക്കണത് പോലെയാണ് ഉണ്ടാക്കണത്. പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രെഡ് പോക്കറ്റിൻ്റെ റെസിപ്പിയാണ് അത്. നമുക്ക് ഓരോ പോക്കറ്റും എടുത്തിട്ട് നമ്മുടെ മുട്ടയുടെ മിക്സിയിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. ബ്രെഡ് ക്രംസിലോട്ട് നമുക്കിതൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതൊന്ന് എടുത്തിട്ട് ഒന്ന് പതിയനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഈ ബ്രെഡിൻ്റെ പൊടിയൊന്നും എണ്ണയിലോട്ട് പടർന്നു വരില്ല. അല്ലെങ്കിൽ അതെല്ലാം പൊടിയെല്ലാം കൂടെ എണ്ണയിലോട്ട് പടർന്നു വരും. അപ്പം അതൊന്ന് പതിയന അധികം അമർത്തരുത് കേട്ടോ. ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. നമ്മുടെ പോക്കറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എത്രയും കിട്ടി. ഞാനിപ്പോൾ ആ 3 മുട്ട എടുത്തത് അത് കറക്റ്റാണ്. ഇതിന് ഞാൻ ഇവിടെ ഒരു പാക്കറ്റ് ബ്രെഡാണ് എടുത്തത്. ഇപ്പം എനിക്ക് 8 എണ്ണം വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഇത് പൊരിച്ച് കഴിയുമ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കണതല്ലേ, അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാവും ഇതിനകത്ത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ അടുപ്പിലൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്കിത് ഓരോന്ന് ഇട്ട് കൊടുക്കാൻ. ചെറിയ തീയിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. എണ്ണയൊക്കെ ഇങ്ങനെ മേളിലോട്ടാക്കി കൊടുക്കാം. അപ്പം ഇതൊന്ന് പൊന്തി വരും. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്കിത് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം കേട്ടോ.
ഇപ്പം നമ്മുടെ ഷവർമയുടെ പോക്കറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് കഴിഞ്ഞ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് കേട്ടത്. അപ്പോൾ ഇതിനി നമുക്ക് ഒരു ഫില്ലിങ് തയ്യാറാക്കാം. ഫില്ലിങ്ങിനായിട്ട് ഞാൻ ഒരു ബൗളിൽ സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനകത്തേക്ക് ക്യാബേജ് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുക്കുംബർ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കും തക്കാളിയും ക്യാരറ്റും കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ക്യാപ്സിക്കത്തിൻ്റെ കൂടെ 2 പച്ചമുളകും കൂടെ കട്ട് ചെയ്തത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക, 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി അതിനകത്തേക്ക് ഞാൻ കുറച്ച് ചിക്കന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് അതൊന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കിയതാണ്. അപ്പം അതിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അതിനകത്തേക്ക് ഇനി നമുക്ക് ഒരു 2 ടീസ്പൂണ് മയണൈസ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യം നോക്കിയിട്ട് വേണം മയണൈസ് ചേർത്ത് കൊടുക്കാനായിട്ട്. അധികം ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫില്ലിങ് ഒലിച്ചു പോകും. അപ്പം ഞാൻ കുറേശ്ശെയാണ് ഇട്ട് കൊടുക്കണം. ആദ്യം 2 സ്പൂൺ ചേർത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ അതിനകത്തേക്ക് കുറച്ച് മല്ലിച്ചീര കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മയണൈസിൻ്റെ കുറവുള്ളത് കൊണ്ടിട്ട് ഞാൻ ഒരു 4 ടീസ്പൂൺ കൂടെ മയണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഫില്ലിങ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫില്ലിങ് ഒന്ന് മാറ്റി വെക്കാം. അപ്പം നമ്മുടെ ബ്രെഡ് പോക്കറ്റിൻ്റെ ഐറ്റം എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബ്രെഡ് കട്ട് ചെയ്തിട്ട് പോക്കറ്റാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ നടുഭാഗം നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്യുമ്പോൾ തന്നെ കാണാം പോക്കറ്റ് പോലെ ഇരിക്കണത്. അപ്പം അതിൻ്റെ നടുഭാഗം തുറന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് ഫില്ലിങ് എടുത്ത് വെക്കാം. ആ ഫില്ലിങ് നമുക്കിപ്പോൾ നോമ്പായതുകൊണ്ടിട്ട് നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് ആ നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോൾ ഫില്ലിങ് അതിനകത്തോട്ട് ഇട്ടാൽ മതി കേട്ടോ, നിറച്ച് കൊടുത്താൽ മതി. ഞാനിവിടെ ചെറിയ ബ്രെഡാണ് എടുത്തേക്കണത്, വലിയ ബ്രെഡ് കിട്ടിയില്ല. അപ്പോൾ ചെറിയ ബ്രെഡ് ആയതുകൊണ്ടിട്ട് നമുക്ക് ഫില്ലിങ് കുറച്ച് മതി. എന്നാലും അതിനകത്ത് നല്ലതുപോലെ നിറച്ച് കൊടുക്കാം ഫില്ലിങ്. നമുക്ക് അതുപോലെ തന്നെ എല്ലാ പോക്കറ്റിലോട്ടും ബ്രെഡ് പോക്കറ്റിലോട്ട് നമുക്ക് ഈ ഫില്ലിങ് നിറച്ച് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫില്ലിങ്ങുമാണ്. പിന്നെ അതുപോലെ ഈ ബ്രെഡിൻ്റെ പോക്കറ്റും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. ഇപ്പം നമുക്ക് നോമ്പ് തുറക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. അപ്പം നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പോക്കറ്റ് ഷവർമ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും എൻ്റെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ കരിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.